പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പിതാവ് ജയപ്രകാശിന്റെ മൊഴി CBI ഇന്ന് രേഖപ്പെടുത്തും. വയനാട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴി എടുക്കുന്നത്. അർജുൻ PS കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ് അർജുൻ. എന്തായാലും ഈ കേസ് അന്വേഷണവുമായി ഈ ദ്രുതഗതിയിലാണ് CBI മുന്നോട്ട് പോകുന്നത്. കേസ് അന്വേഷണം ആരംഭിച്ച് 3-ാം ദിവസം തന്നെ FIR സമർപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. ഇന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തുകയാണ്. ഗുഡ് മോർണിംഗ് അനു. അതെ, കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വേഗത്തിലാണ് CBIയുടെ ഓരോ നടപടിയും പൂർത്തിയാക്കുന്നത്. ഇന്ന് സിദ്ധാർത്ഥന്റെ അച്ഛനെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തും. അതായത് ഈ പിതാവിന്റെ കയ്യിൽ നേരത്തെ തന്നെ കുറച്ച് രേഖകൾ ഉണ്ടെന്ന് പിതാവ് നമ്മളോട് പറഞ്ഞിരുന്നു, ജനൻ TVയോട് പറഞ്ഞിരുന്നു. അതടക്കം പിതാവ് ഇത്തരത്തിൽ CBIക്ക് അങ്ങോട്ട് കൈമാറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ CBI പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എത്തുകയും അവിടെയുള്ള ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അവിടെയുള്ള മുറികൾ, ഈ സിദ്ധാർത്ഥ് താമസിച്ച മുറിയും അതുപോലെ തന്നെ ഇടിമുറിയും, അതായത് സിദ്ധാർത്ഥിനെ മർദ്ദിച്ച മുറി അടക്കം CBI പരിശോധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. മാത്രമല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഇന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കോളേജിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം എത്തിയ CBI സംഘം ഡീൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല FIR കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, ജില്ലാ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. FIR-ൽ 20 പേരുള്ള FIR-ൽ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും വന്നപ്പോൾ 20 പേരുണ്ടായിരുന്ന FIR-ൽ ഈ CBIയുടെ FIR വന്നപ്പോൾ അതിൽ 21 പേരുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആ FIR-ൽ ആരാണെന്ന് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. അൺനോൺ പേഴ്സൺ ആണ് ആ FIR-ൽ 21-ാമനായിട്ടുള്ളത്. ഇനിയും കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഈ കേസിൽ ഉൾപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുള്ള സൂചന നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം CBI ഒരാളുടെ പേര് കൂടി അതിലേക്ക് എഴുതി ചേർത്ത്. പക്ഷേ ആളുടെ പേര് അതിൽ വ്യക്തമാക്കുന്നില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന അലംഭാവം, സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ട വലിയ ഈ ഒരു കേസിനോടുള്ള ഒരു വിമുഖത വലിയ രീതിയിലുണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമാവുകയും ചെയ്തു. സിദ്ധാർത്ഥിന്റെ പിതാവടക്കം അതിനെപ്പറ്റി വലിയ രീതിയിലുള്ള ഒരു രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. എന്തിനാൽ തന്നെയും ഇന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് കോളേജിലേക്ക് എത്തുന്നുണ്ട്. ഇതിനു മുൻപും കഴിഞ്ഞ കുറച്ചുനാൾ മുമ്പും സിദ്ധാർത്ഥിന്റെ പിതാവ് ഇത്തരത്തിൽ കോളേജിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോളേജിൽ എത്തിയ ശേഷം അദ്ദേഹം സിദ്ധാർത്ഥിന്റെ മുറിയും അതുപോലെ തന്നെ ഹോസ്റ്റലിലെ മറ്റ് സ്ഥലങ്ങളൊക്കെ കണ്ടു നടന്നിരുന്നു. അത്തരത്തിൽ വലിയ ഒരു വികാരം നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പുറത്ത് പ്രതികരിക്കുകയും ചെയ്തു. തനിക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടെന്ന ജനൻ TVയോട് തന്നെ അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് CBI അടക്കം ഈ കേസ് ഏറ്റെടുത്തപ്പോൾ തനിക്ക് വിശ്വാസമുണ്ട്, അത്തരത്തിൽ തനിക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു വിശ്വാസമുണ്ടെന്ന സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തിനാൽ തന്നെയും ഇന്ന് CBI സംഘം പൂക്കോട് വെറ്റിനറി ക്യാമ്പസ് ഇന്നും സന്ദർശിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ തെളിവുകൾ അവർ ശേഖരിക്കുകയും ചെയ്യും. മാത്രമല്ല ഇപ്പോൾ ഉള്ളത് ഡൽഹിയിലുള്ള CBI സംഘമാണ് ഇപ്പോൾ ഈ വയനാട്ടിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവരുടെ കൂടെ 4 മലയാളികൾ കൂടി ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തിരുവനന്തപുരത്തു നിന്നുള്ള 4 മലയാളികൾ കൂടി ഈ സംഘത്തിലേക്ക് ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഇന്ന് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലാണെങ്കിൽ വലിയ രീതിയിൽ ഒരു വിപുലമായിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഇവിടെ നടക്കുക. മാത്രമല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇവിടെ എത്തിയ സ്ഥിതിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ 3 ദിവസം കൂടി ഈ വയനാട്ടിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അക്ഷയ് അടക്കമുള്ളവരുടെ പേര് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നുണ്ട്. അതായത് FIR-ൽ ഉൾപ്പെടുത്താതെ പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് അക്ഷയ് ആണോ എന്നുള്ളത് കൂടി നമുക്ക് വെളിപ്പെടേണ്ടതുണ്ട്. അതായത് സിദ്ധാർത്ഥിന്റെ കാര്യങ്ങളെല്ലാം വീട്ടുകാരുമായി സംസാരിക്കുന്നതും വീട്ടുകാർ വിളിക്കുമ്പോൾ ഫോൺ എടുത്ത് സംസാരിക്കുന്നതെല്ലാം ഈ അക്ഷയ് എന്ന് പറയുന്ന ആളായിരുന്നു. ഈ അക്ഷയെ CPM നേതാക്കൾ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ വന്നിരുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ആർഷോയുടെ പേരടക്കം ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വന്ന സ്ഥിതിക്ക് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി ഇത് നീങ്ങാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. അനു.